എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡ് തിയറി സെക്കൻഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള പലരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഓവർവ്യൂ എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാണ് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 പറയുകയാണെങ്കിൽ കമ്പോണൻസ് ഓഫ് ബിൽഡിങ്സ്, അതായത് ബിൽഡിങ്ങിലെ ഓരോ കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓരോ ബിൽഡിങ്ങിൻ്റെയും കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു കമ്പോണൻസ് ഏതൊക്കെയാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നവർ പറഞ്ഞ ഏതൊക്കെ കമ്പോണൻസാണ് വരുന്നത് ബിൽഡിങ്ങിന്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ 2 കമ്പോണൻ്റ് ആണുള്ളത്. ഒന്ന് സൂപ്പർ സ്ട്രക്ചറും മറ്റൊന്ന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചറാണ് നമുക്കുള്ളത്. ഈ സൂപ്പർ സ്ട്രക്ചറിൽ തന്നെ വരുന്നതാണ് ഏതൊക്കെ കമ്പോണൻസ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നവര് വിൻഡോ, ലിൻഡല്, സൺഷെയ്ഡ്, വാള് വരുന്നുണ്ട്, റൂഫ് സ്ലാബ് വരുന്നുണ്ട്, പാരപ്പറ്റ് വരുന്നുണ്ട്. അതൊക്കെ അതായത് ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള പോർഷനാണ് എന്ത് സൂപ്പർ സ്ട്രക്ചർ. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ് സ്ട്രക്ചർ എന്ന് പറയും. ഒന്നുകൂടി പറയാം, നമ്മൾ ഒരു ബിൽഡിങ്ങിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സബ് സ്ട്രക്ചറും മറ്റൊന്ന് സൂപ്പർ സ്ട്രക്ചറും. സബ് സ്ട്രക്ചർ എന്താ? സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. നോക്കുക, ഫൗണ്ടേഷൻ ഓർ സബ് സ്ട്രക്ചർ എന്താ? ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള സ്ട്രക്ചറുകളെയാണ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഫൗണ്ടേഷൻ ഗ്രൗണ്ട് ലെവലിന് താഴെയല്ല കൊടുക്കുക, അതാലോചിച്ചാൽ മതി. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള സ്ട്രക്ചറുകളാണ് എന്ത്? ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ് സ്ട്രക്ചർ എന്ന് പറയാം. അതിൽ ഫൗണ്ടേഷനും പെടും. ഫൗണ്ടേഷൻ്റെ താഴെയുള്ള ഫൗണ്ടേഷൻ്റെ ഒരു കോൺക്രീറ്റ് ഉണ്ട്, PCC നമ്മൾ കൊടുക്കും, അതും ഏതിൽ പെടും? സബ് സ്ട്രക്ചറിലാണ് പെടുക. അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ എന്തായിരിക്കും? ഗ്രൗണ്ട് ലെവലിൽ മുകളിലേക്കുള്ള സ്ട്രക്ചറുകളെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയാം. അതിലേതൊക്കെ പെടും? സ്റ്റെപ്പ് ഉണ്ടാവും, ബേസ്മെൻറ്റ് വരും, ആ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള സാൻഡ് വരും, അതിന് മുകളിലുള്ള ഫ്ലോർ വരും, ഫ്ലോർ ഫിനിഷ് വരും, പിന്നെ ഏതൊക്കെ വരും? വാള് വരും, വാളിലുള്ള ഡോറും വിൻഡോയും വരും, പിന്നെന്ത് വരും? അതിന് മുകളിലുള്ള ലിൻഡിൽ സൺഷെയ്ഡ് വരും. പിന്നെ ഏതാ? അതിൻ്റെ മുകളിൽ തന്നെ ബ്രിക്ക് ഉണ്ട് അല്ലേ? ബ്രിക്ക് വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിലാണ് എന്ത് വരിക? റൂഫ് സ്ലാബ് വരിക. ഡോറ്, വിൻഡോ, ലിൻഡല്, ബ്രിക്ക് മേസൺറി വരുന്നുണ്ട്, റൂഫ് സ്ലാബ് വരുന്നുണ്ട്. റൂഫ് സ്ലാബിൻ്റെ മുകളിൽ എന്താണ്? ഒരു വെതറിങ് കോഴ്സ്, ഒരു പരിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പാരപ്പറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാരപ്പറ്റിൻ്റെ മുകളിൽ ഒരു കോപ്പിങ്ങും കൂടി വരും, അല്ലെങ്കിൽ ഒരു കവറിങ് എന്ന് പറയും. നോർമലി ടെക്നിക്കൽ വേർഡ് അതിൻ്റെ കോപ്പിംഗ് എന്നാണ് പറയുക. COPING, കോപ്പിങ് കേട്ടോ. അപ്പോൾ സബ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും കിട്ടിയില്ലേ? അതിനുശേഷം നമ്മൾ കുറച്ച് ബിൽഡിംഗ് കമ്പോണൻസ് പറയാണ്. എന്തൊക്കെയാ? ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ പ്ലിന്ത്. എന്താ പ്ലിന്ത്? ടോട്ടൽ ബിൽഡപ്പ് ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയാം. എന്താ? അതായത് ബിൽഡിങ് ഏതൊക്കെ നമ്മൾ എത്ര സൈസിലാണ് അതൊക്കെ എങ്ങനെയാണ് പറയുക? പ്ലിന്ത് ഏരിയയിലാണ് പറയുക അല്ലേ? ടോട്ടൽ ബിൽഡപ്പ് ഏരിയ, അതായത് മൊത്തം നമ്മൾ എത്ര പണിതിട്ടുണ്ട്, എത്രത്തോളം ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബിൽഡപ്പ് ഏരിയ എന്ന് പറയാം. എന്താ ഷഫാനത്ത് എന്താ ഹലോ പറഞ്ഞത്? വോയിസ് കേൾക്കുന്നില്ലേ? സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? വോയിസ് ഒന്ന് കൂട്ടി നോക്കൂ. ഷഫാനത്തിന് കേൾക്കുന്നില്ല എന്ന് പറയണു. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആയോ? ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും.
എന്തെങ്കിലും നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അതാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുക. സില്ല് എന്താണ്? സില്ലെന്ന് പറഞ്ഞാൽ ഡോറ് അല്ലെങ്കിൽ വിൻഡോ. ഡോറായിരിക്കാം അല്ലെങ്കിൽ വിൻഡോ ആയിരിക്കാം. ഇതിൻ്റെ താഴെയുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? സില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഡോർ ഇങ്ങനെയുണ്ട്, ഇതിൻ്റെ താഴെയുള്ള പോർഷന് നമ്മൾ സില്ലെന്ന് പറയും. മുകളിലുള്ള പോർഷൻ എന്ത് പറയും? ഹെഡ്. രണ്ട് സൈഡിലുള്ളതിനെ നമ്മൾ പോസ്റ്റ് എന്ന് പറയും. ഇതാണ് എന്ത്? ഒരു ഡോറിൻ്റെ പാർട്സ് വരുന്നത്. അതിൽ ഡോറായിക്കോട്ടെ വിൻഡോ ആയിക്കോട്ടെ അതിൻ്റെ ബോട്ടത്തിലുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുക? സില്ലെന്ന് പറയുക. അതുപോലെ ഡോറ്, വിൻഡോ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോറിനെ കുറിച്ചും വിൻഡോനെ കുറിച്ചൊക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ അത് കേൾക്കുക. പിന്നെന്താണ്? ഫ്ലോറ്. ഫ്ലോർ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ വരിക അല്ലേ? ഒരു ബിൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോർ എന്ന് പറയുക. അതുപോലെ റൂഫുണ്ട്. എന്തിനാ റൂഫ് കൊടുക്കുക? നമ്മുടെ സേഫ്റ്റിക്ക് അല്ലേ? മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ടുള്ള നമ്മുടെ സേഫ്റ്റിക്കാണ് നമ്മൾ റൂഫ് കൊടുക്കുന്നത്. അതുപോലെ പാരപ്പറ്റ് എന്താണ്? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് പറയാം അല്ലേ? പാരപ്പറ്റ് കൊടുക്കുക. നമ്മൾ ടെറസിൽ നിന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? പാരപ്പറ്റ് വാൾ കൊടുക്കുക. പിന്നെന്താണ്? കോപ്പിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു കോപ്പിംഗ് എന്താണ്? പാരപ്പറ്റ് വാളിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് കോപ്പിംഗ് എന്ന് പറയുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം ഇറങ്ങാതിരിക്കാൻ കേട്ടോ. റെയിൻ വാട്ടർ ആ വോളിലൂടെ, പാരപ്പറ്റ് വോളിലൂടെ പെനിട്രേറ്റ് ചെയ്ത് വോള് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് നമ്മൾ കോപ്പിംഗ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് കമ്പോണൻറ്റ് പാർട്സ് വരുന്നത്. അതുപോലെ നമ്മൾ ഫൗണ്ടേഷൻ എന്താണെന്നും കൂടിയും പറഞ്ഞു. ഫൗണ്ടേഷൻ ഡെഫിനിഷൻ എന്താ? ദി ലോവസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് പാർട്ട്. ഏറ്റവും താഴെയുള്ള ആർട്ടിഫിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. എവിടെയായിരിക്കും ഫൗണ്ടേഷൻ്റെ ലൊക്കേഷൻ? ഒരു ബിൽഡിങ്ങിൽ ഫൗണ്ടേഷൻ ലൊക്കേഷൻ നമ്മളിങ്ങനെ പറയാം, ബിലോ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് താഴെ. പിന്നെന്താണ്? വിച്ച് ട്രാൻസ്മിറ്റ് ദി ലോഡ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ ടു ദി ഗ്രൗണ്ട്. എന്താണ് ഫൗണ്ടേഷൻ്റെ ധർമ്മം? എന്താ ഫൗണ്ടേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? മുകളിലുള്ള ബിൽഡിങ്ങിൻ്റെ ലോഡ് മൊത്തം ഫൗണ്ടേഷനാണ് ബെയർ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ബെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ചുറ്റുമുള്ള ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ട്രാൻസ്മിറ്റ് ദി ലോഡ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ ടു ദി ഗ്രൗണ്ട്. സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എന്ത് കൊടുക്കുന്നു? ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യലാണ് എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഈസ് നോൺ ആസ് സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? ഇത് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡർ ക്ലാസ് കേൾക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കൂ കേട്ടോ. കേൾക്കുന്നില്ലേ വോയിസ്? ആ, റെസ്പോണ്ട് കുറയുന്നുണ്ട്. അത് കാരണമാണ് എനിക്കൊരു ഡൗട്ട്. ഒരാൾ കേൾക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു വോയിസും കേൾക്കാത്തതുകൊണ്ടാണ് കേട്ടോ ചോദിക്കണേ. അടുത്ത എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൗണ്ടേഷൻ വരിക പറഞ്ഞേ. അടുത്ത എന്താണ്? പ്ലിന്ത്. എവിടെയാണ് പ്ലിന്ത് വരിക? ഇതാണ് എന്ത്? പ്ലിന്ത്. കണ്ടോ ഈ ഒരു പോർഷൻ? പ്ലിന്ത് കുറച്ച് എന്താണ്? വോളിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. ബേസ്മെൻറ്റ് അല്ലേ? നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ടോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രിക്ക് മേസൺറി സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ബ്രിക്ക് മേസൺറി കൊടുക്കുകയാണ്. ആ ബ്രിക്ക് മേസൺറി നമ്മൾ എപ്പോഴും എങ്ങനെ കൊടുക്കുക? ബേസ്മെൻറ്റിൻ്റെ സെൻറ്ററിൽ അല്ലേ? മുകളിലുള്ള തറയുടെ സെൻട്രൽ പോർഷനിലല്ലേ നമ്മൾ ബ്രിക്ക് മേസൺറി സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ പുറത്തേക്ക് കുറച്ച് എക്സ്റ്റേണൽ പോർഷൻ നിൽക്കും.
അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലിന്ത് എന്ന് പറയുക. ആ ലെവലിനെ നമ്മൾ എന്ത് പറയും, പ്ലിന്ത് ലെവൽ എന്ന് പറയും. എന്ത് പറയും, പ്ലിന്ത് ലെവൽ. കേട്ടിട്ടുള്ള വേർഡല്ലേ, പുതിയ വേർഡല്ലല്ലോ. ആ അപ്പോൾ പ്ലിന്ത് ലെവൽ, അതായത് ബേസ്മെൻറ്റിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ബ്രിക്ക് മേസൺറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന ആ പ്രൊജക്ഷനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുക. ആ പ്ലിന്ത് എന്താണ്, ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, ബിൽഡിങ് പണിത് എടുക്കുന്നത് അല്ലേ. ആ ബേസ്മെൻറ്റിൻ്റെ ഏരിയയിലല്ലേ നമ്മൾ ബിൽഡിങ് പണിയുക. അതിനെയാണ് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയും. എന്താ പറയുക, ടോട്ടൽ ബിൽട്ട് അപ്പ് ഏരിയ. പ്ലിന്ത് ഏരിയനായിട്ടാ പറയുന്നത്. പ്ലിന്ത് ഏരിയ എന്താണ്, ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയനാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയാം. പ്ലിന്ത് ഏരിയയിലാണ് നമ്മൾ ബിൽഡിങ് പണിയാട്ടോ. ക്ലിയർ അല്ലേ? ഇനി നോക്കാം, ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ. എന്താണ്, ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷനാണ് പ്ലിന്ത് വരുന്നത്. ലോവസ്റ്റ് പോർഷനാണ് പ്ലിന്ത് വരുന്നത്. പിന്നെന്താ പറയുന്നത്, ആക്ടിങ് ആസ് എ ബേസ് ഓർ പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് എ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ. എന്താണ്, ആക്ടിങ് ആസ് എ ബേസ് ഓർ പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് എ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ. ഒരു ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലിന്ത് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ബ്രിക്ക് മേസൺറി ആണ് സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ എന്ത് പറയാം, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ് അല്ലെങ്കിൽ എന്താണ്, ഒരു പ്ലാറ്റ്ഫോം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലിന്ത് എന്ന് പറയാം. ക്ലിയർ ആണോ? ആ ഒന്നുകൂടി പറയാം, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലിന്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്ലിന്ത് ഏരിയ എന്താണ്, ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ. നമ്മൾ ബിൽഡിംഗ് പണിയുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ ആണ് എന്ത്, പ്ലിന്ത് ഏരിയ വരിക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ഏതായിരിക്കും, ടോട്ടൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ വരിക. ടോട്ടൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയത്തെ എന്തായിരിക്കും, പ്ലിന്ത് ഏരിയ. ആ പ്ലിന്ത് ഏരിയയിലായിരിക്കും നമ്മൾ ആ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. രണ്ട് വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ആ ബിൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയനെ നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയാം. ടോട്ടൽ ഫ്ലോർ ഏരിയ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയ ഏതായിരിക്കും, ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ, പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്, സില്ല്. നേരത്തെ ഞാൻ പറഞ്ഞു സില്ല് എന്താണെന്നുള്ളത്. എന്താണ് സില്ല്, ഒരു ഡോർ അല്ലെങ്കിൽ ഒരു വിൻഡോ. ഒരു ഡോറായിരിക്കാം അല്ലെങ്കിൽ ഒരു വിൻഡോ ആയിരിക്കാം. അതിൻ്റെ ഏറ്റവും താഴെയുള്ള മെമ്പറെയാണ് നമ്മൾ എന്ത് പറയുക, സില്ലെന്ന് പറയാം. നമ്മൾ നോർമലി ഈ ഡോറിന്റെ താഴെയുള്ള ഭാഗത്തിന് ത്രെഷോൾഡ് എന്നല്ലേ പറയുന്നത്. അത് ത്രെഷോൾഡ് എന്ന് പറയുന്നത് ആ ഡോർ വന്നിരിക്കുന്ന ഭാഗം. അതായത് ഈ സില്ലില്ലേ, നമ്മൾ ഈ താഴെയുള്ള കട്ടില എന്നൊക്കെ പറയില്ലേ, ആ കട്ടിലയുടെ ഉള്ളിൽ ഒരു പോർഷൻ ഉണ്ടായിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിലായിരിക്കും എന്ത് വന്നിരിക്കുക, ഡോറിന്റെ പടിക്കാണോ? ആ അതെ, താഴെയുള്ള പോർഷൻ. അതായത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. അതായത് ഒരു വിൻഡോന്റെ സില്ല് മനസ്സിലായി, അതിനോടുള്ള താഴെ ഭാഗത്തിനാണ് സില്ല് എന്ന് പറയുന്നത്. പക്ഷെ ഡോറിന്റെ സില്ല് ഭാഗം എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് അല്ല വരുന്നത്. ശരിക്കും ത്രെഷോൾഡ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു പോർഷൻ, ഈ ഡോറ് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഇല്ലേ,
ഡോർ കറക്റ്റ് ആയിട്ട് വന്ന് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെ, രണ്ട് ഫിനിഷിംഗ് ആണെങ്കിൽ ഒന്ന് അകത്ത് റൂമിന്റെ അകത്ത് കാർപ്പറ്റും പുറത്ത് ടൈലും ആണെങ്കിൽ ബിറ്റ്വീനിൽ വരുന്നതാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ഡോർ അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം എങ്ങനെ ഇരിക്കും? അത് ഇവിടേക്ക് ഹോൺ ഉണ്ടായിരിക്കും പുറത്തേക്ക്, അല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കുക? ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയല്ല ഫ്രെയിം ഇരിക്കുക. ഡോർ അല്ലെങ്കിൽ വിൻഡോന്റെ ഫ്രെയിം ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഡോർ ഉണ്ടായിരിക്കും, അല്ലേ? ഇതിൻ്റെ ഉള്ളില് ഈ താഴെയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? സില്ലെന്ന് പറയാ. നോർമലി മെയിൻ ഡോറിനും ബാക്കിലുള്ള ഡോറിനും, ഫ്രണ്ടിലുള്ളതും ബാക്കിലുള്ള ഡോറിനും മാത്രമേ നമ്മൾ ഈ സില്ല് കൊടുക്കാറുള്ളൂ. പടി എന്ന് പറയും. ശരിക്കും അത് ഫ്രെയിമിൽ വരുന്നതാ, അല്ലേ? ഫ്രെയിമിൽ വരുന്നതാണ്. അതായത് മെയിൻ ഡോറിൽ കൊടുക്കാനുള്ള കാരണം ഈ ഇഴജന്തുക്കള് പെട്ടെന്ന് അകത്തേക്ക് ഇഴഞ്ഞു കയറി വരാതിരിക്കാൻ വേണ്ടിട്ട് കൊടുക്കുക. നമുക്ക് റൂമുകളിൽ അതിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ആ സില്ല് പോർഷൻ ഡോറിൽ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് നേരെ ടൈൽ ചെയ്ത് പോവുക, അല്ലെങ്കിൽ കറക്റ്റ് ആ ഫ്ലോറിങ് കൊടുത്തു പോകുന്നത്. സില്ലിന്റെ അതെ, മനസ്സിലായോ? അതായത് ആ ഫ്രെയിമിന്റെ, ഡോറിന്റെ അല്ലെങ്കിൽ വിൻഡോന്റെ ഫ്രെയിമിന്റെ താഴെയുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയാ? സില്ല് എന്ന് പറയാ. അതായത് ഈ താഴെയുള്ള പോർഷൻ സില്ല്, മുകളിലുള്ള പോർഷൻ ഹെഡ് എന്ന് പറയും. തലഭാഗം എന്ന് പറയുന്ന പോലെ തന്നെ അത് ഹെഡ് എന്ന് പറയും. ഈ പുറത്തേക്ക് ഈ തള്ളി നിൽക്കുന്ന സാധനം എന്താണ്? ഹോൺ, HORN, ഹോൺ എന്ന് പറയും. ഈ സൈഡിലുള്ള പോർഷന് നമ്മൾ എന്ത് പറയും? രണ്ട് പോസ്റ്റുകളാണ്. സൈഡിലുള്ളതിനെ പോസ്റ്റ് എന്ന് പറയും, താഴത്തെ ഭാഗത്തിന് സില്ലെന്ന് പറയും. ക്ലിയർ ആയോ? ഡോറിൽ, മെയിൻ ഡോറിലും അതായത് ഫ്രണ്ടിലുള്ള ഡോറിലും ബാക്കിലുള്ള ഡോറിലും മാത്രമേ സില്ല് കൊടുക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സില്ലിൻ്റെ മെയിൻ, ഡോറിൽ സില്ല് വരുന്നതിൻ്റെ മെയിൻ ഉപകാരം, അല്ലെങ്കിൽ അതെന്തിനാ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇഴജന്തുക്കൾ പുറത്തു നിന്ന് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഈ സില്ല്, താഴെയുള്ള സില്ല് ഭാഗം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നത്, മെയിൻ ആയിട്ടുള്ള എൻട്രൻസുകളിൽ കൊടുക്കുന്നത്. അകത്ത് നമ്മുടെ റൂമിൻ്റെ ആയാലും കിച്ചൻ്റെ ആയാലും ഡോറിന് താഴെ സില്ല് കൊടുക്കാത്തതിനുള്ള കാരണം എന്താണ്? ഇതാണ്. താഴെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അകത്ത്, പക്ഷെ പുറത്ത് എന്തായാലും ഇത് നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ വെള്ളമായിരിക്കാം, ചിലപ്പോൾ മഴ പെയ്തിട്ടുള്ള വെള്ളം ആക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം പോയിട്ടായിരിക്കും, അകത്തേക്ക് പെട്ടെന്ന് അത് കയറും, അല്ലേ? അതുപോലെ തന്നെ ഇഴജന്തുക്കൾ, മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്നുള്ള ഇഴജന്തുക്കൾ അകത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒബ്ജെക്ഷനാണ് അവിടെ കൊടുക്കുന്നത്, അല്ലേ? പെട്ടെന്ന് കയറി വരുന്നതിൻ്റെ ഒരു ഒബ്ജെക്ഷൻ നമ്മൾ കൊടുക്കുക, അല്ലേ? അത് ആ സില്ല് അവിടെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? പുറത്തുനിന്ന് വരുന്ന ഇഴജന്തുക്കൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കേട്ടോ? അതിന് വേണ്ടിയിട്ടാണ് സില്ല് കൊടുക്കുന്നത്. നമുക്ക് ഡോറും വിൻഡോയും ടൈപ്സ് ഓഫ് ഒക്കെ വരയ്ക്കാനുണ്ട് സിവിലിൻ്റെ ഡ്രോയിങ്സിൽ. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പോൾ ബിൽഡിംഗ് കമ്പോണൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ. സില്ല് നോക്കുക എന്താണ്? ദ ഹൊറിസോണ്ടൽ ബീം ഓർ മെമ്പർ ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് എ വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞത്. ഹൊറിസോണ്ടൽ ബീം അല്ലേ? ഹൊറിസോണ്ടലായിട്ടല്ലേ നമ്മൾ കണ്ടത്? ഹൊറിസോണ്ടൽ അല്ലേ? ഹൊറിസോണ്ടൽ അല്ലേ വരുന്നത്? ഹൊറിസോണ്ടൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഹൊറിസോണ്ടൽ മെമ്പർ ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം. ബോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? താഴെ അല്ലേ? ബോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ. ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് എ വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ്. വിൻഡോ അല്ലെങ്കിൽ ഡോറിൻ്റെ ഏറ്റവും താഴെയുള്ള
ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? സിൽ എന്ന് പറയുക. ബോട്ടം പോർഷൻ മാത്രം പറഞ്ഞാൽ പോരെ, എന്തും കൂടി പറയണം. ഹൊറിസോണ്ടൽ മെമ്പർ എന്ന് പറയാം, ബീം അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയാം കേട്ടോ. ഡോർ അല്ലെങ്കിൽ വിൻഡോ അതിൻ്റെ ബോട്ടം പൊസിഷനിലുള്ള ഹൊറിസോണ്ടൽ ബീം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? സില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ പ്ലിന്ത് കഴിഞ്ഞു, സില്ല് കഴിഞ്ഞു. അടുത്ത എന്താ വരുന്നത്? ഡോർസ്. എന്താ ഡോർസ്? ഡോർ നമ്മൾ എന്തിനാ കൊടുക്കുക? നമ്മുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി അതൊക്കെ പറയാം അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു റൂമിലേക്ക് ഒരു റൂം ഡോറില്ലാതെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഒരു റൂം വിൻഡോ മാത്രം ഡോറില്ലാണ്ട് അത് റൂം പണിയാൻ പറ്റുമോ? മൊത്തം ഫുള്ളി ബ്രിക്ക് വെച്ച് ക്ലോസ് ചെയ്തു, പറ്റുമോ? ഇല്ല. എന്തായാലും എന്ത് വേണം? ആ റൂമിലേക്ക് കിടക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നില്ലെങ്കിൽ ഒരു ഓപ്പണിങ് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഡോറ് എന്തായാലും വേണം. അപ്പോൾ ഡോറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഡോറിൻ്റെയും വിൻഡോൻ്റെയും ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്തു പറയാം, നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് അല്ലേ? എന്താണ് നോക്കിയാലോ? ഡോർസ് they provide entry and exit points, privacy and security, and contribute to the overall architectural appeal of a structure. എന്താണ് പറയുന്നത്? എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ്. നമ്മൾ കടന്ന് ചെല്ലാൻ മാത്രമല്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാനും എന്ത് വേണം? ഡോറ് വേണം. എൻട്രി അതുപോലെ തന്നെ എക്സിറ്റും ഉണ്ട് കേട്ടോ പർപ്പസിന് വരുന്നത്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? പ്രൈവസി. എന്താണ് പ്രൈവസി? നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എന്താണ് നമ്മൾ ക്യാബിൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുക അല്ലേ? ഇപ്പോൾ ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിലും ക്യാബിൻസ് ആണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്? സെക്യൂരിറ്റി. സെക്യൂരിറ്റിയും പ്രൈവസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുരക്ഷിതമായിട്ടിരിക്കാനായിട്ടുള്ള സ്ഥലം. അതിപ്പോൾ നമ്മളൊരു ബിൽഡിങ് പണിതു, ആ ബിൽഡിങ്ങിന് വാതിലുകളൊന്നുമില്ല, നമുക്ക് സെക്യൂരിറ്റി ഉണ്ടോ? ഉണ്ടോ? ആ. അപ്പോൾ വാതിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സെക്യൂർഡ് ആയിട്ട് ആ ബിൽഡിങ്ങിലിരിക്കാം. അതുപോലെ ഞാൻ ഏതൊരു രാജ്യത്തിൻ്റെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു രാജ്യത്ത് ബിൽഡിങ്സിന് ഡോറുകളൊന്നുമില്ല. ഡോറുകളൊന്നും ഇല്ലാത്ത ബിൽഡിങ്സ് ഒരു രാജ്യത്ത്. കാരണം എന്താ? കള്ളന്മാരില്ലാത്ത സ്ഥലമായതുകൊണ്ട്. അതുപോലെയല്ല നമ്മുടെ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഡോർസ് എന്തായാലും വേണം. അപ്പോൾ എന്താണ് പറയുന്നത്? എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സിൽ, എൻട്രിയിലും എക്സിറ്റ് പോയിന്റ്സിലുമാണ് എന്തുണ്ടാവുക? ഡോർ ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാ? പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അതുപോലെ തന്നെ എന്തും കൂടി ഉണ്ട്? ഓവറോൾ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ഓഫ് ദി സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എന്താണ് വരുന്നത്? വിൻഡോസ്. വിൻഡോസ് നമ്മൾ എന്തിനു കൊടുക്കുക? വായു സഞ്ചാരത്തിന്. എയറും ലൈറ്റും അല്ലേ? വായുവും വെളിച്ചവും നമ്മുടെ ബിൽഡിങ്ങിലേക്ക്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള എയറും ലൈറ്റും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? എന്ത് കൊടുക്കുന്നത്? വിൻഡോ കൊടുക്കുക. അതുപോലെ വിസിബിലിറ്റി. നമുക്ക് പുറത്തേക്ക് കാണണമെന്നുണ്ടെങ്കിൽ വിൻഡോ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ വിസിബിലിറ്റിയും കൂടിയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതിൽ.
എയറും ലൈറ്റും മാത്രമല്ല വിസിബിലിറ്റിയും നമുക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോക്കാം. എന്താ നോക്കാം. An opening in a wall of a building to serve one or more of the functions like natural light, natural ventilation and vision. എന്താണ് ഓപ്പണിംഗ് ഇൻ എ വാൾ? ഒരു ബിൽഡിങ്ങിലെ വാളിലെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? വിൻഡോ എന്ന് പറയുക. സർ വൺ ഓർ മോർ ഫങ്ഷൻസ്, ഒരു ഫങ്ഷനല്ല ഒരുപാട് ഫങ്ഷൻസ് എന്തിനുണ്ട്? വിൻഡോ നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെയാ? പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് വിഷൻ. ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റും കിട്ടും, നാച്ചുറൽ എയർ, അതായത് പിന്നെന്താണ് വിഷൻ, അതായത് വിസിബിലിറ്റി. നമ്മൾ പറഞ്ഞ പോലെ പുറത്തേക്കുള്ള വിസിബിലിറ്റിയും കൂടിയും ഉണ്ട് വിൻഡോ കേട്ടോ. An opening in a wall of a building to serve one or more of the functions. One or more, ഒരു ഫംഗ്ഷൻ മാത്രമല്ല ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എന്താ? ലൈക്ക് നാച്ചുറൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വിഷൻ. നമുക്കിപ്പോൾ പുറത്തേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ജനൽ തുറന്ന് അല്ലെങ്കിൽ ജനലിൻ്റെ കർട്ടൻ നമുക്ക് മാറ്റിയിട്ട് പുറത്തേക്കുള്ള വ്യൂ കാണാം അല്ലേ? ആ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ വിൻഡോസ് പണിയുന്നുണ്ട് ഫ്രണ്ട് ഡോറിൽ അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? പുറത്തുള്ള ആള് കോണിമ്പൽ അടിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആ കറക്റ്റ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ല? അത് ആ ഒരു പോയിന്റാണ് ഞാൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? വിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള വിഷൻസ് ഉണ്ടായിരിക്കാം, വിസിബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലും നമുക്ക് വിൻഡോസിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിൻഡോസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. കോർണറിലെ വിൻഡോ വരുന്നുണ്ട്. കോർണർ വിൻഡോസ് ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കോർണർ വിൻഡോസ് ആ എന്താ? കോർണർ വിൻഡോസ് എന്താ ചെയ്ത് കൊടുക്കുക? എന്താ സ്പെഷ്യൽ കോർണർ വിൻഡോന്റെ? രണ്ട് വശം കാണാം. എലിവേഷനിൽ ലുക്ക് ഉണ്ടായിരിക്കും. മെയിൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം ലൈറ്റ് ആ റൂമിലേക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഏത് സ്പേസ് ആണോ അതിലേക്ക് ഫുൾ ടൈം ലൈറ്റ് കിട്ടും. ഇപ്പോൾ ഒരു സൈഡിലാണ് വിൻഡോ എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രാവിലത്തെ നേരമായിരിക്കും ആ വിൻഡോ കൂടെ നമുക്ക് ലൈറ്റ് കിട്ടുക. പക്ഷെ കോർണറിലായിരിക്കും എന്താ പ്രത്യേകത? രാവിലെയും കിട്ടും വൈകിട്ടും കിട്ടുന്ന രീതിയിലായിരിക്കും മിക്കവാറും ആ കോർണറിൽ ആ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് പറയുക? ഡേ ഫുള്ളായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? ആ കോർണർ വിൻഡോ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഡേ ഫുള്ളായിട്ടുള്ള, അതായത് സണ്ണിൻ്റെ ലൈറ്റ് ഫുള്ളി കിട്ടുന്ന രീതിയിലായിരിക്കും ആ കോർണർ വിൻഡോ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോർണർ വിൻഡോ അല്ലാണ്ട് എന്തുണ്ട്? ബേ വിൻഡോസ് ഉണ്ട്. ബേ വിൻഡോസ് ചെയ്യാറുണ്ടോ? ബേ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇപ്പോൾ കൂടുതലും ബിൽഡിങ്സിൽ ബേ വിൻഡോസ് കാണുന്നുണ്ട്, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോസ്. എന്താ? അകത്ത് ഒരു റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിൽ ഒരു ചെറിയൊരു സീറ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ആ വിൻഡോയിൽ കിട്ടും. ഇപ്പോൾ ഒരുപാട് പ്ലാനുകളിൽ കാണാനുണ്ട് അങ്ങനെ ബേ വിൻഡോ. എന്താ? എന്തുണ്ടോന്ന്? അതായത് വിൻഡോ പുറത്തേക്ക് തള്ളി നിൽക്കണു, ഉള്ളിലത്തെ ഭാഗത്ത് നമുക്ക് ആ തള്ളി നിൽക്കുന്ന പൊസിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെ ഒരു സൈറ്റ് വിസിറ്റിന് കൊണ്ടുപോയപ്പോൾ ആ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിൽ അങ്ങനെ ഒരു സംഭവം, അതായത് നമുക്ക് എക്സ്ട്രാ ഒരു സ്പേസിങ് കിട്ടാണ്. വിൻഡോ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ അത്രയും ഭാഗം നമുക്ക് ഉള്ളിൽ കിട്ടും. അത് ശരിക്കും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ശരിക്കും അതൊരാൾക്ക്
ലെങ്ത് ഉള്ള വിൻഡോ ആണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും ഒരാൾക്ക് കെടുക്കാനുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് കെടുക്കാനുള്ള സ്പേസ്, അത്രത്തോളം സ്പേസിൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ബേ വിൻഡോസ്, കോർണർ വിൻഡോസ്, അതുപോലെ ഒരുപാട് വിൻഡോസ് ഉണ്ട്. ആ അത് എക്സ്ട്രാ നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സിറ്റിങ്ങിനും കാര്യങ്ങൾക്കും നല്ലതാണ്. കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. ആ കെടുക്കാനും. അതായത് ഞാൻ ആ വീട്ടിൽ കണ്ടത് വലിയ വിൻഡോ ആയിരുന്നു. അതായത് നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു വെന്റിലേഷന് വേണ്ടിയിട്ട് ആൾ ചെയ്തിട്ടുള്ളത്. ആൾക്ക് ആ ഇമ്പോർട്ടൻസ്, ആൾക്കത് വേണമെന്നായിരുന്നു. അതായത് എക്സ്ട്രാ ആ ഒരു സ്പേസിങ് വേണം. അവിടെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്യാം. ഇൻറ്റീരിയർ വൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈബ്രറി പോലെയോ അല്ലെങ്കിൽ ഒരു ബുക്സ് കോർണറോ അല്ലെങ്കിൽ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അത്രത്തോളം നമുക്ക് സ്പേസ് കിട്ടും ബേ വിൻഡോസ് ചെയ്യുമ്പോൾ. ബേ വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു വിൻഡോ കൂടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? 180 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, വിഷൻ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ബേ വിൻഡോസ് പുറത്തേക്ക് തള്ളി നിൽക്കണ കാരണം നമുക്ക് 180 ഡിഗ്രിയിലുള്ള വ്യൂ കിട്ടും. അതായത് നമ്മൾ നോർമലി വിൻഡോ വയ്ക്കുമ്പോൾ ഇത് ബ്രിക്ക്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിൻഡോ വയ്ക്കണു, ഇതിൻ്റെ ഇടയിൽ വിൻഡോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്രത്തോളം സ്പേസിങ്ങേ കാണാൻ പറ്റുള്ളൂ അല്ലേ? വിഷൻ നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഇത് വാള്, ഇവിടെയാണ് വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തേക്കണേന്ന് വിചാരിക്കൂ. ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ വിൻഡോ W. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വിൻഡോൻ്റെ സൈസ് അനുസരിച്ച് ആ സൈസ് നമുക്ക് കൂട്ടാം. ഇതാണ് വാള്. ഇതിലെന്താണ് പ്രത്യേകത? ഇത് മൊത്തം നമുക്ക് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. മനസ്സിലായോ? 180 ഡിഗ്രിയിലുള്ള ഇത് നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. എങ്ങനെ കൊടുക്കാം? ഈ 3 സൈഡിലും വിൻഡോ വരുന്ന രീതിയിൽ കൊടുക്കാം. കണ്ടോ? അതായത് ഇവിടെയും വിൻഡോ, ഇവിടെയും വിൻഡോ, ഇവിടെയും വിൻഡോ. ഇത് മാത്രം വാള്, ഇതൊക്കെ വിൻഡോ. ഈ 3 വിൻഡോ ഇങ്ങനെയും കൊടുക്കാം. പല ഷേപ്പിൽ നമുക്ക് വിൻഡോസ് കൊടുക്കാം. ഈ ഇതിലൊക്കെയാണെങ്കിൽ 180 ഡിഗ്രി എന്തായാലും നമുക്ക് വിഷൻ കിട്ടും. മനസ്സിലായോ? എന്താ? ഒരു സമയത്ത് ഇങ്ങനത്തെ ഇതില്. പക്ഷെ ആദ്യമൊന്നും ഇതുപോലെ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വിൻഡോസ് കൊടുക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് സ്പേസ് കുറച്ചും കൂടി വേണം, അല്ലെങ്കിൽ സ്പേസസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു ഇതൊക്കെ വന്നപ്പോഴാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ കോട്ടിൻ്റെ പോലെ അത്രയും സൈസിലൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഇതൊക്കെ വന്നത് ഇപ്പോഴാണ്. ഇൻറ്റീരിയർ വൈസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇത് കുറച്ചും കൂടി കൺവേർട്ട് ആയത്. ഈ ഒരു വിൻഡോ ഒരു പറഞ്ഞ പോലെ ഒരു സമയത്ത് കോമൺലി എല്ലാ വീടുകളിലും ചെയ്തിരുന്നു. പക്ഷെ വിൻഡോ മാത്രമായിട്ടാണ് ചെയ്തിരുന്നത്. മെയിനായിട്ട് ഫ്രണ്ടിലെ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലെ വിൻഡോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, വിൻഡോസിൽ വരുന്നതാണ്. അപ്പം എന്താണ് വിൻഡോസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? മെയിനായിട്ടുള്ള 3 പർപ്പസസ് എന്താ? നാച്ചുറൽ ലൈറ്റ്, വെന്റിലേഷൻ, പിന്നെന്താ വിഷൻ. എന്താണ്? എവിടെ നിന്നോ നല്ല വോയിസ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കാം കേട്ടോ. അടുത്ത എന്താണ്? ലിൻഡൽസ്. ലിൻഡൽസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് ലിൻഡൽ കൊടുക്കുന്നത്? അതായത് എന്താ
ജനലിന്റെ മുകൾ ഭാഗം കല്ല് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ജനലിന്റെയും ഡോറിന്റെയും വിൻഡോന്റെയും വരും, ഡോറിന്റെയും വരും. അതിന്റെ മുകളിലൊക്കെ എന്ത് വരുന്നുണ്ടായിരിക്കും? ലിൻഡല് അല്ലേ? ലിൻഡൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ താഴെ എന്തുണ്ട്? ഡോറുണ്ട്, ഇവിടെ വിൻഡോ വരുന്നുണ്ട്. എന്താ ഡൗട്ടാണോ പറഞ്ഞത്? ഡോറ് വിൻഡോയും വരുന്നുണ്ട്. ഇതിന്റെ മുകളിലാണ് എന്ത്? ലിൻഡൽ വരുന്നത്. ഇതെന്തിനാ നമ്മൾ ലിൻഡൽ കൊടുക്കുന്നേ? മുകളിലേക്ക് എന്തുണ്ട്? മുകളിൽ എന്തുണ്ട്? ബ്രിക്ക് മേസൺറി പോകുന്നുണ്ട്. മുകളിൽ എന്തുണ്ട്? ബ്രിക്ക് മേസൺറി പോയിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തുണ്ട്? റൂഫ് സ്ലാബ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ ലോഡ് ഈ ലിൻഡൽ ഇല്ലെങ്കിൽ എവിടേക്ക് വരും? ഈ ഡോറിലേക്കും വിൻഡോയിലേക്കും വരും. അപ്പൊ ഇതിന്റെ ഫ്രെയിമിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഉണ്ടായിരുന്ന ഫ്രെയിം വളയാൻ തുടങ്ങും. ബെൻഡാവ മീൻസ് എന്താ പറഞ്ഞ? സാഗിങ്. എന്താ? സാഗ് ചെയ്യാന്ന് പറയാ. താഴേക്ക് ആവണേനെ സാഗിങ് എന്ന് പറയും. മുകളിലേക്കാണ് ആവണേന്നുണ്ടെങ്കിൽ അതിനെ ഹോഗിങ് എന്ന് പറയും. സാഗിങ്ങും ഹോഗിങ്ങും. അപ്പോൾ ഇതുപോലെ സാഗിങ് വരുമ്പോൾ എന്താണ്? വിൻഡോയ്ക്കും ഡോറിനും ഡാമേജ് സംഭവിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ആ മുകളിൽ നിന്നുള്ള റൂഫിൻ്റെയും അതുപോലെ ഇപ്പോൾ പാരപ്പറ്റ് ഉണ്ടെങ്കിൽ പാരപ്പറ്റ് വാളിൻ്റെയും മുകളിലുള്ള ബ്രിക്ക് വാളിൻ്റെയും ലോഡ്സ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ലിൻഡൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എന്താ? ഹോഗിങ്. ഹോഗിങ് കേട്ടോ. സാഗിങ്ങും ഹോഗിങ്ങും. അത് നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ നടുവിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറ്റും? അതിങ്ങനെ വളയും അല്ലേ? അതിനെന്ത് പറയാ? സാഗ് ചെയ്യാം. അപ്പം അതില്ലാതിരിക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിൻഡൽ കൊടുക്കുന്നത്. ലിൻഡൽ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ബീം അല്ലേ? എന്താണ് ഹൊറിസോണ്ടൽ ബീം എന്ന് പറയാം. അതുപോലെ തന്നെ വോൾ ഓപ്പണിങ്സ്. ഡോറില്ലെങ്കിൽ അതെ, മൊത്തം ലോഡിനെ മുകളിൽ നിന്നുള്ള ലോഡിനെ മൊത്തം ബെയർ ചെയ്ത് വോളിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കലാണ് എന്ത് ചെയ്യുന്നത്? ലിൻഡല് ചെയ്യുന്നത്. അതുപോലെ വോളിൽ വരുന്ന ലോഡ്സിനെ എല്ലാത്തിനെയും എവിടേക്ക് കൊടുക്കും? ഫൗണ്ടേഷനിലേക്ക് കൊടുക്കും. ഫൗണ്ടേഷനാണ് അത് ഭൂമിയിലേക്ക് ഈക്വലായിട്ട് ലോഡ് കൊടുക്കുന്നത്. അങ്ങനെ ഈക്വൽ അല്ലാതാവുമ്പോൾ എന്താണ് സംഭവിക്കുക? സെറ്റിൽമെൻറ്റ് സംഭവിക്കും അല്ലേ? ഒരു സ്ഥലത്തേക്ക് മാത്രം ലോഡ് കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും? ഫൗണ്ടേഷന് സെറ്റിൽമെൻറ്റ് സംഭവിക്കും. സെറ്റിൽമെൻറ്റ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തറ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ? ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയാ. തറ ഇരുന്ന് പോവെന്ന് പറയും. അതായത് ഒരു സൈഡിൽ ഇങ്ങനെ താഴ്ന്നു പോവാ. വേറെ എങ്ങനെയാ പറയാ അതിനെ? തറ ഇരിക്കുക എന്ന് പറയും. എന്താ? ചില സ്ഥലങ്ങളിൽ മാറ്റി പറയുന്നത്. അന്ന് എന്തോ പറഞ്ഞപ്പോ പല സ്ഥലങ്ങളിലും വേറെ വേറെ പേരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. അപ്പോൾ തറ ഇരുന്ന് പോവാന്ന് പറയും. അതായത് എന്താ? ഇപ്പോഴാണല്ലോ ബെൽറ്റ് ഒക്കെ വന്നത്, കുറച്ച് കാലമായിട്ട്. ആദ്യമൊന്നും അങ്ങനെ ചെയ്യുന്ന ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്? അങ്ങനെ തറ ഇരുന്ന് പോവാന്ന് പറയും. അതായത് സെറ്റിൽമെൻറ്റ് സംഭവിക്കുക. ഫൗണ്ടേഷന് സെറ്റിൽമെൻറ്റ് സംഭവിക്കുക. അതായത് ടെക്നിക്കൽ വേർഡ് അങ്ങനെയാണ്, സെറ്റിൽമെൻറ്റ് സംഭവിക്കുക. അതായത് തറ ഇരുന്ന് പോകുന്ന സിറ്റുവേഷൻ വരും. അതായത് ഈക്വലായിട്ട് ലോഡ് ഫൗണ്ടേഷനിലേക്ക് വരാണ്ടാവുമ്പോൾ, അതായത് ഒരു സൈഡിൽ ലോഡ് കൂടുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് മുകളിൽ നിന്നുള്ള ലോഡൊക്കെ ലിൻഡൽ വെച്ച് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡോറ് വേണ്ട, വിൻഡോ വേണ്ട, അത് ഒഴിവാക്കി നിർത്താം. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് എന്താണ് ഒരു ഓപ്പൺ കിച്ചൺ ആണെന്ന് വിചാരിക്കുക. ഓപ്പൺ കിച്ചൻ്റെ പ്രത്യേകത എന്താ? നല്ല നീളത്തിലുണ്ടാവും. ആ, ലിൻറ്റല് നല്ല നീളത്തിലായിരിക്കും. എന്താണ് ഓപ്പൺ കിച്ചൻ്റെ പ്രത്യേകത? കിച്ചണും ഡൈനിങ്ങും തമ്മിൽ എന്താണ് ഒരു ഓപ്പൺ ആയിരിക്കും, ഏരിയ ഉണ്ടായിരിക്കാം. അവിടെ ആ സ്പേസിങ് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്കൊരു ലിൻറ്റൽ നമ്മൾ നോർമൽ കൊടുക്കുന്ന ലിൻറ്റലിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് മതിയായിരിക്കില്ല. അവിടുത്തെ ലിൻറ്റലിന് പോരാഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ബീം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ? ഒരു എക്സ്ട്രാ ബീം ലിൻറ്റലിൻ്റെ ഇത് മതിയാവില്ല. ലിൻറ്റൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് 6, 8 അല്ലെങ്കിൽ 8, 10 അതിലായിരിക്കും റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക അല്ല. സ്റ്റീലിൻ്റെ ഡയാമീറ്ററാണ് ഞാൻ പറയുന്നത് 6, 8. സ്റ്റിറപ്പും സ്റ്റിറപ്പ് ഹോൾഡേഴ്സും, അതായത് 4 സ്റ്റിറപ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലിൻറ്റലാണെങ്കിൽ എങ്ങനെയാണ്? ഇതാണ് ലിൻറ്റൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലിൻറ്റലിൻ്റെ ഉള്ളിൽ എന്താണ് 4 സ്റ്റിറപ്സ് ഉണ്ടായിരിക്കും. അതായത് റിങ്, സ്റ്റിറപ്പ് ഹോൾഡേഴ്സ് എന്ന് പറയാം കേട്ടോ അതിനെ. ഹൊറിസോണ്ടൽ നമ്മൾ ഹൊറിസോണ്ടൽ ബാർ എന്ന് ഇവിടെ പറയുന്നത്. സ്റ്റിറപ്സ് ഒക്കെ സ്റ്റിറപ്സ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ബാർസ്, സ്റ്റിറപ്സും സ്റ്റിറപ്സിനെ ഇങ്ങനെ കെട്ടി നിർത്തുന്നതില്ലേ, ഹൊറിസോണ്ടൽ ബാർസ്. റിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയാ സ്റ്റിറപ്പ് ഹോൾഡേഴ്സ്. ഹോൾഡേഴ്സ് അതായത് സ്റ്റിറപ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താം. അത് കൊടുക്കാനുള്ള, ആ റിങ് കൊടുക്കാനുള്ള കാരണം എന്താ? ആ 4 ഒരേ ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് ഇരിക്കണം, വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിറപ്പ് ഹോൾഡേഴ്സ് കേട്ടോ, സ്റ്റിറപ്സും സ്റ്റിറപ്പ് ഹോൾഡേഴ്സും, ആ റിങ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മളൊരു 6, 8 എന്താ 4 കമ്പനിയാണ് അതിനകത്ത് കിടക്കുന്ന കമ്പനിയാണ്. 4 എണ്ണത്തിന് നമ്മൾ സ്റ്റിറപ്സ് എന്നാ പറയാ. റിങ്ങിന് സ്റ്റിറപ്സ്, മറ്റേത് 4 എണ്ണം വരുന്നതിന് നമ്മൾ എന്ത് പറയും? അതായത് ലിൻറ്റലല്ല, ലിൻറ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്, അതായത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? ഹൊറിസോണ്ടലി കിടക്കുന്ന 4 എണ്ണം ഇല്ലേ? ലിൻറ്റലാണെങ്കിൽ ലിൻറ്റലിൻ്റെ ഉള്ളിൽ, കോളൊക്കെ ആണെങ്കിൽ മാറ്റം വരും. ഒരു ബീം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 4 എണ്ണത്തിനെയാണ് ഞാൻ പറഞ്ഞ സ്റ്റിറപ്സ്. ഈ റിങ്ങിനെയാണ് നമ്മളെ സ്റ്റിറപ്സ് ഹോൾഡേഴ്സ് എന്ന് പറയാ. സ്റ്റിറപ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്തോ അതാണ് എന്ത്? സ്റ്റിറപ്സ് ഹോൾഡേഴ്സ്. ഒന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ ചിലപ്പോ എല്ലാവർക്കും സംശയം ക്ലിയർ ചെയ്യാം. നമ്മൾ കൂടുതൽ കേട്ടേക്കുന്ന സ്റ്റിറപ്സ് എന്ന് പറഞ്ഞാൽ റിങ്ങിനെയാണ് കേട്ടേക്കുന്നത്. അതെ, റിങ്ങിനാണ് സ്റ്റിറപ്സ്. ഞാനിവിടെ മറ്റേത് ഹൊറിസോണ്ടൽ ബാർസ് എന്ന് എഴുതി. റിങ്ങിന് നമ്മള് സ്റ്റിറപ്സ് എന്ന് പറയും, മറ്റേ ഹൊറിസോണ്ടൽ ബാർസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ബാർസ് എന്ന് പറയും. കോളത്തിനാണെങ്കിൽ വെർട്ടിക്കൽ ബാർസ് എന്ന് പറയും, ബീമിനാണെങ്കിൽ ഹൊറിസോണ്ടൽ ബാർസ് എന്ന് പറയും. ഇത് പറഞ്ഞ സ്ഥിതിക്ക് അതിന് നമ്മളെ അത് മാറ്റി വെക്കണം. അല്ല, അവിടെ ഡ്രോയിങ്ങില് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഹൊറിസോണ്ടൽ ബാർസ് ബീമിനൊക്കെ ഹൊറിസോണ്ടൽ ബാർസ് എന്ന് പറയും. ഹോൾഡേഴ്സ് അങ്ങനെ പേര് കൂടി ഉണ്ട്. ഹോൾഡേഴ്സ് ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. ഇവിടെ ഞങ്ങളെ ഡ്രോയിങ്ങിൽ ഏതിലും ഇല്ല അങ്ങനെ. എന്ത് പേരെന്ന് പറഞ്ഞേ? സ്റ്റിറപ്സ് എന്ന് പറയുന്നത് റിങ്ങിന് അല്ല, വേറെന്തോ ഒരു പേര് കൂടി പറഞ്ഞല്ലോ. ഹൊറിസോണ്ടൽ ബാർസ്, അതായത് നമ്മളെ ബീമിനൊക്കെ ഹൊറിസോണ്ടൽ ബാർസ് എന്ന് പറയും, കോളത്തിനാണെങ്കിൽ വെർട്ടിക്കൽ ബാർസ് എന്നും പറയും. നോർമലി നമ്മൾ അങ്ങനെയാണ്. അതെ, കോളത്തിന് വെർട്ടിക്കൽ ബാർസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ സ്റ്റിറപ്സ് കെട്ടിക്കൊടുക്കുന്നത്. മനസ്സിലായി നമുക്ക്.
എന്താ പറയുന്നേ? എന്ത് കൂടി ഉണ്ടെന്ന്? കണ്ടോ? ഇല്ലാലോ, സ്ക്രീനില്ലാലോ. പോയോ? സ്ക്രീനിൽ എത്തിയിട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. സ്ക്രീൻ പോയോ? സ്ക്രീൻ വന്നു സ്ക്രീൻ വന്നിപ്പോ. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം. നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ മിസ്, മതി. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ലിൻഡൽസിൽ നമുക്ക് വേറെ പോർഷൻസ് പഠിക്കാനുണ്ട്. ഇത് കമ്പോണൻറ്റ് പാർട്സ് എന്ന രീതിയിൽ എടുത്താണ്. ചെറിയൊരു ഹാങ് ഉണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ലിൻഡൽസ്. ഇപ്പോൾ നോക്കാം എന്താണ്. എ ലിൻഡൽ ഈസ് എ ലിൻഡൽ ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ ബീം. എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള ബീം. അതായത് ബീംസ് എങ്ങനെ വരിക? ഹൊറിസോണ്ടലാണ് വരിക അല്ലേ? ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ ബീം ദാറ്റ് സ്പാൻസ് ആൻ ഓപ്പണിംഗ്. എന്താണ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ എന്തിനാ സ്പാൻ എന്ന് പറയാ? സ്പാൻ അതായത് ഈ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇതൊരു ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പാൻ എന്ന് പറയാ. അതിപ്പോൾ ഒരു വോൾ ഓപ്പണിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ രണ്ട് പില്ലറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, നമ്മൾ സ്പാൻ എന്നാണ് പറയുക. അതുപോലെ ഒരു വോൾ ഓപ്പണിങ്സിനെ പറയാം. അതുപോലെ ഒരു റൂഫിൻ്റെ മെയിനായിട്ടുള്ള പില്ലറുകളെ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ വോളിന് നമ്മൾ വോളിൻ്റെ ഡിസ്റ്റൻസിന് നമുക്ക് സ്പാൻ എന്ന് പറയാം കേട്ടോ. സച്ച് ആസ് എ ഡോർ ഓർ വിൻഡോ ടു സപ്പോർട്ട് ദി വെയ്റ്റ് ഓഫ് ദി സ്ട്രക്ചർ എബോവ്. എന്താണ്? ഡോർ ഓർ വിൻഡോന് മുകളിൽ വരുന്ന ലോഡിൻ്റെ വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ലിൻഡൽസ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ കേട്ടോ. പ്രിവെൻറ്റിംഗ് സാഗിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ലോഡ് ടു ദി സറൗണ്ടിങ് വെർട്ടിക്കൽ സപ്പോർട്ട്സ്. എന്താണ് ചെയ്യുന്നത്? പ്രിവെൻറ്റിംഗ് സാഗിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് സാഗിങ് കേട്ടോ വേർഡ്? എന്താണ്? ഇപ്പോൾ നേരെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ബാർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് ബെൻഡിങ്, താഴോട്ടുള്ള ബെൻഡിങ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാഗിങ് എന്ന് പറയാം കേട്ടോ. ആ വേർഡ് നോക്കുക. സാഗിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ്, ഹോഗിങ് എന്ന് പറയും. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ലോഡ് ടു ദി സറൗണ്ടിങ് വെർട്ടിക്കൽ സപ്പോർട്ട്സ്. എന്താണ് ചെയ്യുന്നത്? ലിൻഡൽസ് മുകളിൽ നിന്നുള്ള ലോഡിനെ ബെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ചുറ്റുമുള്ള വെർട്ടിക്കലായിട്ടുള്ള സപ്പോർട്ട്സിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്ത് വരും? ലിൻഡൽ അവിടെ ഇല്ലെങ്കിൽ ഇതുപോലെ ഡോറ്, വിൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പണിങ്സ് ആയിക്കോട്ടെ, ഡോറില്ലാത്ത പൊസിഷനിൽ നമ്മൾ ഓപ്പണിങ് കൊടുക്കില്ലേ? ഓപ്പണിങ്ങിലൊക്കെ എന്ത് സംഭവിക്കും? ഇങ്ങനെ എന്ത് സംഭവിക്കുക? സാഗിങ് സംഭവിക്കും. അതില്ലാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ലിൻഡൽ ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്തുകൂടി ചെയ്യുന്നുണ്ട്? മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ബെയർ ചെയ്തുകൊണ്ട് ചുറ്റുമുള്ള വെർട്ടിക്കൽ സപ്പോർട്ട്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ലോഡിനെ. ഓക്കെ, അതാണ് എന്തിൽ വരുന്നത്?
ലിൻഡൽസിൽ വരുന്നത്. എ ലിൻഡൽ ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ ബീം ദാറ്റ് സ്പാൻസ് ആൻ ഓപ്പണിംഗ്. എന്താണ്? ഓപ്പണിങ്ങിലാണ് എന്തുണ്ടാവുക? ലിൻഡൽസ്. ഓപ്പണിങ്ങിൽ മാത്രമല്ല, നമ്മൾ ഏതിൽ കൊടുക്കും? എത്ര ഹൈറ്റിലാണ് കൊടുക്കുക ലിൻഡൽസ്? 210, 220. 210, 210. ഇതിൽ നമ്മൾ ഡോറിൻ്റെ ഹൈറ്റൊക്കെ 210ലാണ് വരിക. അപ്പോൾ ഡോറിൻ്റെ മുകളിൽ 210 ഹൈറ്റിൽ എത്രത്തോളം നമ്മൾ കൊടുക്കും ലിൻഡലിൻ്റെ തിക്നെസ്? ബ്ലോക്കിന്റെ 20 സെന്റിമീറ്റർ. ആ, ഇവിടെ 15 ആണ് നോർമലി കൊടുക്കുക. 15 സെന്റിമീറ്റർ. 150 mm. ഒരു ബ്ലോക്കിന്റെ ഹൈറ്റ് അല്ലേ വരുന്നത്? എന്താ? ഒരു ബ്ലോക്കിന്റെ ഹൈറ്റിലല്ലേ വരാന്? ഇവിടെ നാട്ടിൽ കൊടുക്കുക 15 സെന്റിമീറ്ററിലാണ് കൊടുക്കുക നോർമൽ. അതാണ് ഞാൻ 20 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചത്. 15 സെന്റിമീറ്ററിലാണ് കൊടുക്കുക. അതായത് 150 mm. 5 സെന്റിമീറ്റർ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. മറ്റുള്ള കോഴ്സ് ഇങ്ങനെ ലിൻഡൽ ബീമിൽ കൂടി വരുമ്പോ അതല്ല പറയുന്നത്, നമ്മൾ ആ തിക്നെസ് കൊടുക്കുന്നത് അതായത് ലിൻഡലിന്റെ കനം. അതായത് ഇവിടെ നമ്മളിങ്ങനെ ബ്രിക്ക് മേസൺറി ഉണ്ടായിരിക്കും. ഇതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിൻഡല്. ഇവിടം വരെ 210 ആണെന്ന് വിചാരിക്ക്. ഇതാണ് ലിൻഡല് വരുന്നത്. ഇതിന്റെ ഈ തിക്നെസ്സിനെയാണ് പറഞ്ഞ 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150 mm എന്ന് പറയുന്ന. എന്താ? ഇതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ വരും. മെയിൻ റൂഫ് വരെ നമ്മൾ കൊടുക്കും. ഇതിന്റെ മുകളിൽ എന്ത് വരും? മെയിൻ റൂഫ് വരും. മെയിൻ റൂഫ് എത്ര തിക്നെസ്സിലാണ് കൊടുക്കുക? കേക്കട്ടെ. 12 സെന്റിമീറ്റർ. 12 തുടങ്ങി 12 വരെ 10 തുടങ്ങി 12 വരെ കൊടുക്കാറുണ്ട്. 10-12 കൊടുക്കാറുണ്ട്. 4 ഇഞ്ച് അല്ലേ? 4 ഇഞ്ച്. അതൊരു 12 അടിയുടെ 12 ഒക്കെ ആണെങ്കിൽ ഏകദേശം 5 ഇഞ്ച് വരെ കൊടുക്കും. അതായത് 12 സെന്റിമീറ്റർ. 5 വരെ കൊടുക്കുന്നുണ്ടല്ലേ? സ്പാൻ കൂടുന്നതിനനുസരിച്ച് കനം കൂടുന്നുണ്ട്. എന്താ? സ്പാൻ കൂടുന്നതിനനുസരിച്ചിട്ട് കനം കൂടും. ഇവിടെ നമ്മൾ വലിയ ഓപ്പണിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ബീം ചെയ്ത് കൊടുക്കും. ലിൻഡൽ അല്ലാതെ എന്ത് ചെയ്ത് കൊടുക്കും? ബീം നമ്മൾ ചെയ്ത് കൊടുക്കും. ബീം ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? നമ്മൾ അതിൽ റെയിൻഫോഴ്സ്മെൻറ്റിൽ മാറ്റം വരുത്തും. നോർമൽ ലിൻഡലിന് ഏത് റെയിൻഫോഴ്സ്മെൻറ്റാണ് കൊടുക്കുക? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഡയമെൻഷനാണ് ചോദിക്കുന്നത്. എത്രയായിരിക്കും? 6-8 ആണോ കൊടുക്കാറ്? 6-8? 8-10 കൊടുക്കാം. അതായത് ഹൊറിസോണ്ടൽ 10 കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് 6-8. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ 6-8 എന്ന് പറഞ്ഞായിരുന്നല്ലോ. ശരിക്കും 8-10 ഒക്കെ ശരിക്കും കൊടുക്കണം. ശരിക്ക് 8-10 ഒക്കെ വേണം. അപ്പൊ നമ്മള് ചില സ്ഥലത്ത് അത് മാറും. നമ്മള് 7 അടിയിലൊക്കെ വരുമ്പോ അവിടെ നമ്മള് സെപ്പറേറ്റ് വേറെ വരാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതായത് ഞാനിപ്പോ പറയുന്നത് വലിയ ഓപ്പണിങ്സ് ഒക്കെ ആണെങ്കിൽ ഇത് മതിയായിരിക്കില്ല നമുക്ക്, അല്ലേ? 4 പാളിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ എക്സ്ട്രാ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. ഒരു ബീം ചെയ്യുമ്പോ ഒരു വലിയ സ്പേസിങ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ബീം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും അവിടെ. ഈ ലിൻഡൽ കൊണ്ട് മതിയായിരിക്കില്ല മുകളിൽ നിന്നുള്ള ലോഡ് വരുമ്പോ. അപ്പൊ നമ്മൾ എക്സ്ട്രാ എന്ത് കൊടുക്കും? റെയിൻഫോഴ്സ്മെന്റിൽ ഡിസൈനിങ് നമ്മൾ മാറ്റി കൊടുക്കും. എത്ര കൊടുക്കും? നമ്മൾ 5 അടി അല്ലെങ്കിൽ 1.50 ഒക്കെ 2 ക്രാങ്ക് മുമ്പ് ഇട്ടിരുന്നു സെൻട്രലില് ഈ 6 ഇഞ്ച് തന്നെ. ഇപ്പൊ അതില്ല. ഇപ്പൊ എല്ലാവരും 4 കമ്പി മാത്രമേ ഉള്ളൂ. നമ്മളെ എക്സ്ട്രാ എന്ത് കൊടുത്തു? റെയിൻഫോഴ്സ്മെന്റിൽ മാറ്റം എന്ത് ചെയ്തു കൊടുക്കും?
അഡീഷണൽ ബാർസ് കൊടുക്കും. ആ, അല്ലെങ്കിൽ നമ്മുടെ ബാർസിൻ്റെ എന്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കും, അതിൻ്റെ ഡയാമീറ്റർ ചേഞ്ച് ആയിട്ടുള്ള ബാർസ് നമ്മൾ യൂസ് ചെയ്യും. ആ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ലിൻഡൽ വരെ എടുത്തിട്ടുണ്ട്, പ്ലിന്ത്, ഡോറ്, വിൻഡോസ്, ലിൻഡൽ. അപ്പോൾ പുതിയ മൊഡ്യൂളാണ്, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് നിങ്ങളായിട്ട് കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നതാണ്. കഴിഞ്ഞ മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞ്. ചിലപ്പോൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ നമ്മൾ മെറ്റീരിയലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ മൊഡ്യൂൾ എന്താണ്, നിങ്ങൾ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന മൊഡ്യൂളാണ്. നിങ്ങൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് കുറച്ചും കൂടിയും എടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിട്ട് കളയാണ്ട് പഠിക്കുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ് ക്ലാസ്സുകൾ കേൾക്കുക. കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്തൊരു റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ.